ഏറ്റവും യൂണീക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മാരുതി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ മാരുതി ഇന്റർവ്യൂ ആണ് നമ്മളിപ്പോൾ. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ഈ ക്രൗഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വാഹനം എത്രമാത്രം ആൾക്കാർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു ഓട്ടോ എക്സ്പോയിൽ പങ്കെടുത്തത്. വണ്ടിയിലേക്ക് കൂടുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ വലിയൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ക്രോമി എലമെൻറ്റ് വാരിക്കോരി വിതറിയിട്ടുള്ളൊരു ഗ്രില്ലാണ്. അതുപോലെ തന്നെ ഹെഡ്ലാമ്പ് ഒരു റൗണ്ട് ഷേപ്പിലായിട്ടുള്ള ഹെഡ്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലാമ്പ് വാഷർ കൊടുത്തിട്ടുണ്ട്. ഹാലജൻ ബൾബിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് വരുന്നത്. താഴെ നമുക്ക് ഫോഗ് ലാമ്പ് ഒരു ഹാലജൻ ബൾബിലാണ് കൊടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് വലുപ്പമുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ വലിയൊരു ബ്ലാക്ക് ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഹാലജൻ ബൾബോടുകൂടി ഇൻഡിക്കേറ്ററാണ് വരുന്നത്. ഒരു 5 ഡോർ വാഹനമാണ്. 3 ക്വാർട്ടർ ഗ്ലാസ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബൈക്ക് ഡ്രമ്മിലുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത്. ബൈക്കിലേക്ക് വരുമ്പോഴും ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് ബൈക്ക് പിൻ ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ കാണാൻ കഴിയും. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് 5 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. 4 ഡെഡിക്കേറ്റഡ് ഡ്രസ്സേ കൊടുത്തിട്ടുള്ളൂ. ആംറസ്റ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മാരുതി ഇതിനെ വിളിക്കുന്നത് അകത്ത് ക്യാമ്പിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് മാരുതി ഇതിനെ വിളിക്കുന്നത്. ഡോറിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോർ പാടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നല്ല ക്യാരി ചെയ്യാനുള്ള ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. സ്പീക്കറും കാര്യങ്ങളും കാണാൻ കഴിയും. ബൈക്കിലേക്ക് വരുവാണെങ്കിലും ഡിഫോക്കർ ലൈൻസോട് കൂടിയ ഒരു ലൈനാണ് വരുന്നത്. മുകളിൽ നമുക്ക് ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജിമ്നി എന്നുള്ളൊരു വേരിയൻറ്റ് ബാഡ്ജിങ് കാണാൻ. താഴെയാണ് ടെയിൽ ലാമ്പ് വരുന്നത്. പാർക്കിംഗ് സെൻസേഴ്സും ജിമ്നി എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സ്പെയർ വീൽ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേക ഒരു യൂണിക് ഭംഗി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ 2 സീറ്റ് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലഗേജ് സ്പേസും ഈ ഒരു വാഹനത്തിൽ കിട്ടും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അകത്തൊരു ലാമ്പും കൊടുത്തിട്ടുണ്ട്. മൂവിംഗ് ടു ദി ഇന്റീരിയർ, നമ്മൾ ബലേനയിലും മറ്റ് ബ്രസയിലും കണ്ടിരിക്കുന്ന സെയിം ഇന്റീരിയർ പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഒരു ഓഫ് റോഡ് സ്പെസിഫിക് വാഹനമായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിലായിട്ടുള്ള ഒരു ചെറിയ മാറ്റങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഇന്റീരിയറിൻ്റെ ഹൈലൈറ്റ്. സോ മറ്റുള്ള നമ്മൾ കണ്ട് ശീലിച്ചതായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള ഒരു പുതുമയൊന്നും നമുക്ക് ഈ ഒരു വാഹനത്തിൽ തോന്നാറില്ല. ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു AC വെൻസ് കാണാൻ കഴിയും. കൂടാതെ AC-യുടെ ആ ഒരു കൺട്രോൾസ് 3 ഡിജിറ്റൽ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ആ ഒരു കൺട്രോളും കാര്യങ്ങളും വരുന്നത്. നമുക്ക് വലിയൊരു ഗ്രാം ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് കാണാൻ കഴിയും. മുകളിൽ റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററാണ് വരുന്നത്. സൈഡിൽ മിറർ മാത്രമേ കൊടുത്തുള്ളൂ. 2 സൺവൈസറിൽ മിറർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. AC-യുടെ ഞാൻ പറഞ്ഞ കൺട്രോൾസ് എല്ലാം ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഓഫ് റോഡിൻ്റെ ചെറിയ ഫംഗ്ഷൻസും ഹിൽ ഡിസൈൻ കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോളിൻ്റെയും പവർ വിൻഡോയുടെയും ബട്ടൺസ് കാണാം. ഇതിൻ്റെ താഴെയായിട്ട് ചാർജിങ് പോർട്ടും ചെറിയ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഗിയർ ട്രാൻസ്മിഷനും ആ ഒരു ഓഫ് റോഡിൻ്റെ 2 വീൽ 4 വീലിൻ്റെ ആ ഒരു സിസ്റ്റം വരുന്നത്. ബാക്കിലേക്കുള്ള പവർ വിൻഡോയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സ്റ്റിയറിംഗിലേക്ക് നോക്കുകയാണെങ്കിലും ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അത്യാവശ്യം ബേസിക്കായിട്ടുള്ള എല്ലാ കൺട്രോൾസും പാഡിൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക്കലും മാനുവലിലും ഈ ഒരു വാഹനം ലഭിക്കുന്നതായിരിക്കും. മീറ്റർ കൺസോൾ ആണെങ്കിലും 2 അനലോഗ് ഡിസ്പ്ലേയും നടുവിലൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും പവർ വിൻഡോയുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഡോറിൽ പവർ വിൻഡോയുടെ ബട്ടൺസ് ഒന്നും കൊടുത്തിട്ടില്ല. ബിക്കോസ് ഈ ഒരു ഡോർ റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി മാരുതി ഒന്നും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് മിറർ കൊടുക്കാത്തത് കൊണ്ട് അത്യാവശ്യം ഇതിൽ എക്സ്ട്രീം ഹാർഡ് കോർ ഓഫ് റോഡിന് പറ്റുന്ന ഒരു വാഹനമായിട്ടായിരിക്കും മാരുതി ഇതിനെ അവതരിപ്പിക്കാൻ പോകുക. ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് മാരുതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4 മീറ്ററിൽ താഴെയുള്ള ഒരു വാഹനമായിട്ടാണ് മാരുതി ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 15 ലക്ഷം രൂപയിൽ താഴെയായിരിക്കും വാഹനത്തിൻ്റെ വില വരുന്നത്. വില മാരുതി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. സോ ഇതൊരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനായിരിക്കും വരുന്നത്. 104 HP പവറും 134 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും. 4 വീൽ ഡ്രൈവ് സ്റ്റാൻഡേർഡ് എല്ലാ വേരിയൻറ്റിലും ലഭിക്കുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഒരു ഓഫ് റോഡ് സ്പെക്ക് വേരിയൻറ്റും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം പകുതിയോടെ ഈ വാഹനം ഷോറൂമിലേക്ക് എത്തുമെന്നാണ് മാരുതി അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു ഓഫ് റോഡ് സ്പെക്ക് വേരിയൻറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും മാരുതി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവ്, വളരെ നല്ലൊരു മികച്ച മോഡലായിരിക്കും ജിമ്നി മുമ്പോട്ട് വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ല സ്പെക്കോട് കൂടിയിട്ടുള്ള ഒരു കുഞ്ഞൻ ഹമ്പർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ജിമ്നി. ഒറ്റ നോട്ടത്തിൽ കുഞ്ഞൻ ഹമ്പർ എന്ന് ആരും പറയുള്ളൂ. അത്തരത്തിലൊരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ മാരുതി പ്രയോഗിച്ചിരിക്കുന്നത്. സോ ഓട്ടോ എക്സ്പോയിലാണ് ഈ ഒരു വാഹനം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സോ ഓട്ടോ എക്സ്പോയിൽ നിന്നുള്ള മറ്റ് വിവരങ്ങളും മറ്റു മാനുഫാക്ചേഴ്സിൻ്റെ വീഡിയോസും നമ്മൾ പുറകെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.